വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല ഫ്ലവറാട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു യെല്ലോ കളറിലെ ഫ്ലവറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസാണ് എടുത്തിരിക്കണതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, നമ്മുടെ ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ യെല്ലോ കളറിലെ ഫീനിക്സ് പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രീൻ കളറിലെ ഫീനിക്സ് പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ബ്ലാക്ക് കളറിലെ നമ്മുടെ A4 ഷീറ്റ് സൈസ് ഉള്ളതാണ്, A4 സൈസുള്ള പേപ്പറാണ്. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒരു ചെറിയ പീസ് ഓൾറെഡി ഫ്ലവർ ചെയ്യാനായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റിയതാട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ഐറ്റംസാണ് മെയിൻ പേപ്പറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്റ്റെം കൊടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ഫ്ലോറൽ വയർ എടുത്തിട്ടുണ്ട്. കട്ടിയുള്ള ഫ്ലോറൽ വയർ എടുത്തിട്ടുണ്ട്. നല്ല ഫ്ലെക്സിബിൾ ആട്ടോ ഇത്. അങ്ങനെ ഒരു ഫ്ലോറൽ വയർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ചെറിയ പീസ് വളരെ തിന്നായിട്ടുള്ള ഫ്ലോറൽ വയർ കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ത്രെഡ് എടുത്തിട്ടുണ്ട്, സിസറ്, നമ്മുടെ ഫ്ലോറൽ ടേപ്പ്. ഞാൻ ഇപ്പം മേടിച്ചപ്പോൾ വേറൊരു കളറിലെ ഫ്ലോറൽ ടേപ്പായിട്ട് എനിക്ക് കിട്ടിയത്. ഗ്രീനിൽ തന്നെ കുറേ വെറൈറ്റീസ് ആയിട്ടാണ് കിട്ടുന്നത്. ചിലപ്പോൾ നല്ല ഡാർക്കിൽ കിട്ടും, ചിലപ്പോൾ ലൈറ്റ് ഗ്രീൻ ആയിരിക്കും, വേറൊരു കളറിലെ ഗ്രീൻ കളറൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു കളറിലെ ഗ്രീൻ ടൈപ്പാണ് നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ ഗം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത്ര ഐറ്റംസാണ് നമ്മൾ നമ്മുടെ യെല്ലോ കളറിലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ യെല്ലോ ഫീനിക്സ് പേപ്പറിൽ നിന്ന് ഞാൻ ദാ ഇതുപോലെ നീളത്തിലൊരു പേപ്പർ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2x5 സെൻറ്റിമീറ്ററിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതേ നമ്മൾ ആ പേപ്പറിൽ നിന്ന് ചെറിയൊരു പീസ് പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ദേ ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 2x5 സെൻറ്റിമീറ്ററാണ്. 2 സെൻറ്റിമീറ്റർ ആൻഡ് 5 സെൻറ്റിമീറ്റർ ആയിട്ടാണ് ഞാൻ ഇതുപോലെ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ ഷേപ്പിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് ഇതാ ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ സൈഡ് കൂടി ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇങ്ങനെ പെറ്റൽസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു 4 പെറ്റൽസാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു 8 പെറ്റൽസിന് തുടങ്ങി ഒരു 9 to 10 പെറ്റൽസ് നമുക്ക് ഈ ഫ്ലവറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ ഒരു 4 പെറ്റൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പെറ്റൽസ് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതുകൂടി നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് പെറ്റൽസിൻ്റെ ഇവിടെ ഈ ഒരു ടോപ്പിൽ നമുക്ക് ഒരു ചെറിയൊരു കട്ടിങ് ഇതായതുപോലെ കൂടി കൊടുക്കണം. ഇത് കണ്ടോ, ഇതിൻ്റെ എഡ്ജിൽ കണ്ടോ, നമ്മൾ ഇതുപോലെ ഒരു കട്ടിങ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത 2 പെറ്റൽസ് കൂടി അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് ഇതുപോലെ ഒന്ന് ആ ടോപ്പിൽ മാത്രം നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്തുകൂടി കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പെറ്റലിൻ്റെ താഴെയായിട്ട് ഈ ഇവിടെ ബോട്ടം നമുക്ക് അല്പം പശ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് പശ തേച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ചുരുക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചുരുക്കിയ ഭാഗം മാത്രം നമുക്ക് ബാക്ക് സൈഡിലോട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൂടി കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് കിട്ടുന്നത് കേട്ടോ. ഒരു പെറ്റൽ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ പെറ്റൽസും റെഡിയാക്കി എടുക്കണം. അതായത് അല്പം പശയൊന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ചുരുട്ടി ബാക്ക് സൈഡിലോട്ടൊന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലേ, ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുകൂടി നമുക്ക് അതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ കുറച്ച് പെറ്റൽസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ കുറച്ച് പെറ്റൽസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ നമ്മുടെ യെല്ലോ കളറിലെ ഫീനിക്സ് പേപ്പറിൽ നിന്ന് ഒരു 9 to 2 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഇതുപോലെ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിലെ പേപ്പർ കൂടി ചെറിയ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 to 1 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരു ഹാഫ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മളിതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചുരുക്കിയെടുക്കുന്നുണ്ട്. ഒരു റോളാക്കി ഇങ്ങനെ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടുന്നുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട്. ഇനിയൊന്ന് നമുക്ക് വിടർത്തി നോക്കാം. നന്നായിട്ട് ചുരുണ്ടിരിക്കുക കേട്ടോ. ഇതുകൂടി ഒന്ന് വിടർത്തിയെടുക്കാം. കണ്ടോ, ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് സെൻറ്ററിൽ വെച്ചിട്ട് നമുക്കിത് രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് കളറിലെ പേപ്പർ നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പശ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗോൾഡൻ കളറിലെ തിന്നായിട്ടുള്ള കമ്പി എടുത്ത് വെച്ചിരുന്നല്ലോ, നമ്മൾ ഫ്ലോറൽ വയർ എടുത്ത് വെച്ചിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മളിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഫ്ലോറൽ വയറിൻ്റെ എഡ്ജിലൊന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. ഇതുപോലെ ചുരുട്ടിയാണ് കേട്ടോ നമ്മൾ ഒട്ടിക്കുന്നത്. റോൾ ചെയ്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്.
എന്നിട്ട് ഈ ഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളത് ഒട്ടിച്ച് വരുമ്പോൾ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കാം. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്തൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വിടർത്തി കൂടി കൊടുക്കണം. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഓരോ പെറ്റൽസും എടുത്തിട്ട് നമ്മൾ ത്രെഡും കൊണ്ട് കെട്ടാനാണ് പോകുന്നത് കേട്ടോ. ഓരോ പെറ്റൽസായിട്ട് നമ്മൾ ഇതുപോലെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ചുറ്റിനും വെച്ചിട്ട് ത്രെഡ് കൊണ്ട് കെട്ടാൻ പോവുകയാണേ. ഞാനിവിടെ ഒരു 2-3 പെറ്റൽസ് ഒന്നിച്ച് വെച്ചിട്ടാണ് ഫസ്റ്റ് ചുറ്റിയെടുക്കുന്നത്. മൂന്ന് പെറ്റൽസ് ഞാനിതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ത്രെഡ് ഒന്ന് ചുറ്റാൻ പോവുകയാണേ. നല്ല ടൈറ്റ് ചെയ്തൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് ചുറ്റിനും ഓരോ പെറ്റൽസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കണ്ടോ, നമ്മൾ ഓരോ പെറ്റൽസായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഓരോ പെറ്റൽസ് അല്ല, ഞാൻ 2 പെറ്റൽസൊക്കെ വെച്ച് കൊടുത്താണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് എത്ര പെറ്റൽസാണ് ഇവിടെ വെച്ചിട്ട് നമുക്ക് പിടിച്ച് ചുറ്റി കെട്ടിയെടുക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പെറ്റൽസ് വെച്ച് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 10 പെറ്റൽസാണ് ഈ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഫ്ലവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 8 പെറ്റൽസ് തുടങ്ങി ഒരു 10 പെറ്റൽസ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവറിൽ ഞാനൊരു 10 പെറ്റൽസാണ് എടുത്തിരിക്കുന്നത്. ലാസ്റ്റത്തെ നമ്മുടെ പെറ്റലാട്ടോ, ഇതുകൂടി നമുക്ക് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇതുപോലെ കെട്ടിയിട്ടുണ്ട്. ത്രെഡ് ഒന്ന് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ത്രെഡ് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇങ്ങനെയാട്ടോ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഫ്ലവർ. അതിനുശേഷം ഇതെവിടെ ഇരിക്കട്ടെ. അപ്പോൾ ചെറിയൊരു പീസ് ഗ്രീൻ കളറിലെ നമ്മുടെ ഫീനിക്സ് പേപ്പർ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ ഇവിടെയായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റി ഒട്ടിച്ചു കൂടി കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തേക്കാം. കണ്ടോ, ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫ്ലവറിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം.
ഓക്കെ, ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം തുടങ്ങി നമുക്ക് താഴേക്ക് നമ്മുടെ ഫ്ലോറൽ ടൈപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഫ്ലോറൽ ടൈപ്പ് ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു ഫ്ലവർ ബഡ് കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഫ്ലവർ ബഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ കോട്ടൺ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കോട്ടനോ ടിഷ്യൂ പേപ്പറോ അങ്ങനെ എന്ത് ആയെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കോട്ടൺ ആണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ പീസ് ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഫ്ലോറൽ വയർ എടുത്ത് വെച്ചിട്ടുണ്ടായി. ഇതുപോലത്തെ ഒരു ഫ്ലോറൽ വയർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ എഡ്ജ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ നമ്മുടെ കോട്ടണിൽ ഞാൻ അല്പം ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണേ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ടൈറ്റ് ചെയ്തൊന്ന് നമുക്ക് ഒരു റോളാക്കിയിട്ട് ബോൾ പോലെ ചെറിയൊരു ബോൾ പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ചെറിയൊരു ബോൾ പോലെ നമ്മളിതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ യെല്ലോ കളറിലെ ഫ്ലവറാണല്ലോ, അപ്പോൾ ഒരു യെല്ലോ കളറിലെ ഫിനിക്സ് പേപ്പർ ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി ഒന്ന് കെട്ടിയെടുക്കാം. ത്രെഡ് കൊണ്ട് നമുക്കൊന്ന് കെട്ടണം. നല്ല ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിയെടുക്കാം. നമുക്ക് ബാക്കിയുള്ള ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ നമ്മൾ ഫ്ലവറിൽ വെച്ചതുപോലെ തന്നെ ആ ഗ്രീൻ കളറിലെ ഫിനിക്സ് പേപ്പർ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൂടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൽ ഗം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ഫ്ലോറൽ ടൈപ്പ് ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒരു ഫ്ലവർ ബഡും ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് കൂടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതുകൂടി ഒന്ന് നോക്കാം. അതായത് കണ്ടോ, നമ്മളൊരു 6-7 ഫ്ലവേഴ്സ് ഇതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നമ്മൾ സെറ്റായിട്ട് എടുത്ത് കഴിയുമ്പോൾ കാണാനായിട്ട്. അപ്പം നമുക്കിതൊരു ബഞ്ചായിട്ട് കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല ഒരു ഒറിജിനൽ ഫ്ലവറിൻ്റെ ലുക്കാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ, അതുപോലെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ നമുക്കിതൊരു ബഞ്ചായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൂടി നമുക്ക് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റെം വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെം വയറിലേക്ക് നമ്മൾ ഒരു ഫ്ലവർ ബഡും ഒരു ഫ്ലവറും കൂടി ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ചുറ്റിയെടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഫ്ലോറൽ ടൈപ്പ് ചുറ്റിയെടുക്കാൻ പോവുകയാണ്. ഓരോ ഫ്ലവേഴ്സായിട്ട് നമുക്ക് വെച്ചിട്ട് ചുറ്റിയെടുക്കാം. നമ്മളിവിടെ ഒരു 7 ഫ്ലവേഴ്സാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഫ്ലവേഴ്സ് എല്ലാം കൂടി വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ ലാസ്റ്റ് ഫ്ലവർ ആട്ടോ. ഇത്രയും മതിയാവും. നമ്മൾ ഫ്ലോറൽ ടൈപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റെം വയർ കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് ഒട്ടിച്ചേക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലവർ കിട്ടിയിരിക്കുന്നത്. നമുക്കിതൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വിടർത്തി കൂടി ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ ഒരു ഫ്ലവർ ബഡ് മാത്രമായിട്ടാണ് ചെയ്തിട്ടുണ്ടായത്, ലീഫ് വെച്ചിട്ടില്ല. ഇതുപോലെയാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടുന്നത് കേട്ടോ. കണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ ഫ്ലവർ? കഴിഞ്ഞിട്ടില്ല. ഇത് കണ്ടോ, നമ്മളൊരു റെഡ് കളറിലെ ഫ്ലവർ കൂടി സെയിം പാറ്റേൺ തന്നെ, സെയിം രീതിയിൽ തന്നെ നമ്മളൊരു റെഡ് കളറിലെ ഫ്ലവർ കൂടി ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിന് ഒരു ലീഫൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു ലീഫൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ഫ്ലവർ ബഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഫീനിക്സ് പേപ്പർ എന്ന് പറയുന്നത് ഒരു ഡബിൾ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ. 2 സൈഡും 2 കളറായിട്ടാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു റെഡ് കളറാണ് വന്നിരിക്കുന്നത്. നമുക്ക് നല്ല ഡാർക്ക് റെഡ് കളറാണ് അകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു റെഡ് കളറിലെ ഫ്ലവർ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഫ്ലവറിൻ്റെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഫ്ലവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നമ്മുടെ ഫ്ലവർ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു ഫ്ലവറുമായിട്ട്, ഇതുപോലെ നല്ലൊരു ഫ്ലവറുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.